ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിയാമ്പിളിൻ്റെ ബേസിക് ഫിലോസഫിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പ്രിയാമ്പിൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ട്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത്, പ്രത്യേകിച്ച് SSCയിലും PSCയിലും ഒക്കെ പ്രീവിയസ് ഇയറിൽ പ്രിയാമ്പിളിൽ എന്തിനെയൊക്കെ കുറിച്ചാണ്, പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ് ഈ ക്ലാസ് പറയുന്നത്. അപ്പം ആ ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഈ ക്ലാസ്സിലുടനീളം നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഈ ക്ലാസ്സും കൂടെ കഴിയുന്നതോടെ നിങ്ങൾക്ക് പ്രിയാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് ഓഫ് ദ പ്രിയാമ്പിൾ, അതായത് പ്രിയാമ്പിളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, അതൊരു ടോപ്പിക്കാണ്. പൊതുവെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിയാമ്പിളിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. അപ്പം അതിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളത് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ പറയാം. സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോഴ്സും അതോറിറ്റിയും ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്നുള്ളത് പ്രിയാമ്പിളിൽ നമുക്ക് കാണാൻ പറ്റും. ആരിലാണ്? ജനങ്ങളിൽ തന്നെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മളിൽ നിന്നാണ്. അതായത് ജനങ്ങളാണ് ഈ ഒരു പ്രിയാമ്പിൾ ഉണ്ടാക്കുന്നതും ജനങ്ങൾക്ക് തന്നെയാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതോറിറ്റി ജനങ്ങൾക്കാണ്. അപ്പം പ്രിയാമ്പിൾ വഴി കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഐഡിയ കിട്ടും. എന്തിനെക്കുറിച്ച്? സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതോറിറ്റിയുടെ സോഴ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഐഡിയ നമുക്ക് പ്രിയാമ്പിൾ വഴി കിട്ടും. ഓക്കെ, അടുത്തത് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യൻ സ്റ്റേറ്റ് എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഏതാണ്? ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചില്ലേ? അപ്പം ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ടൈപ്പ് എന്താണെന്നുള്ളത് പ്രിയാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാകും. പിന്നെയുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഇവിടുത്തെ ജനങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആ കാര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, അങ്ങനെ കുറച്ച് വാക്കുകൾ, ജസ്റ്റിസ്, ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? അപ്പം എന്താണ് ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പം ഒബ്ജക്റ്റീവും ഇതിൻ്റെ അകത്ത് പ്രിയാമ്പിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ സോഴ്സും അതോറിറ്റിയുടെ സോഴ്സ് എവിടെ നിന്നാണെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ഡേറ്റിനെ കുറിച്ചും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവിനെ കുറിച്ചുമാണ് പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻഗ്രീഡിയൻസ് ഓഫ് ദ പ്രിയാമ്പിൾ എന്ന് ചോദിക്കുമ്പോൾ ബേസിക്കായിട്ട് 4 കാര്യങ്ങളാണ്. സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഈ 4 കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇനി പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ചില കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രിയാമ്പിളിൻ്റെ ഒരു പ്രസക്തി, കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രിയാമ്പിൾ എന്ന് പറയുന്നതിന് എന്തൊക്കെ തരത്തിലുള്ള പ്രസക്തിയാണുള്ളതെന്ന് സുപ്രീം കോർട്ടിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോർട്ടിൻ്റെ ദൗത്യം എന്താണ്? നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് സുപ്രീം കോർട്ടിൻ്റെ ദൗത്യം. നമ്മൾ പോകെ അത് പഠിക്കും. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ യഥാർത്ഥത്തിൽ ഭാഗമാണോ അല്ലയോ എന്നൊരു ചോദ്യമുണ്ടായി. ഇപ്പം നിർദ്ദേശക തത്വങ്ങളെ പോലെയോ മൗലിക അവകാശങ്ങളെ പോലെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണോ പ്രിയാമ്പിൾ? പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വെറുതെ ഒരു ആമുഖം പറയുന്നത് മാത്രമല്ലേ? അപ്പം അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിൽ ഉന്നയിക്കുകയുണ്ടായി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കേസുകളുടെ പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ ഒന്നാണ് ബെറുബാരി യൂണിയൻ എന്ന് പറയുന്ന ഒരു കേസുണ്ട്. ബെറുബറി യൂണിയൻ കേസ്. ഓക്കെ, അത് 1960-ലാണ്. ഈ പറയുന്ന കേസുകളിൽ ഏതാണ് പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ബെറുബാരി യൂണിയൻ കേസ് പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ കേസിൻ്റെ വിധി വന്നത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം അല്ല എന്നുള്ളതാണ്. അപ്പം ബെറുബാരി യൂണിയൻ കേസിൽ പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല എന്നാണ് സുപ്രീം കോർട്ട് വിധിച്ചത്. അതായത് നമ്മുടെ ഫോർഫാദേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരുടെ മൈൻഡിലുള്ള ഒരു തോട്ട് മാത്രമാണ് പ്രിയാമ്പിൾ എന്ന് പറയുകയാണ്. അതിനെയൊക്കെ വളരെ വിനയപൂർവ്വം സുപ്രീം കോർട്ട് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫോർഫാദേഴ്സിൻ്റെ മാത്രം ഒരു ആശയം മാത്രമാണ് എന്നുള്ള അർത്ഥത്തിലേക്ക് പ്രിയാമ്പിളിനെ ചുരുക്കുകയാണ് സംഭവിച്ചത് ബെറുബാരി യൂണിയൻ കേസിൽ 1960. അതിനുശേഷം കേശവാനന്ദ ഭാരതി കേസ് 1973. ഈ ഒരു കേസ് വളരെ
ഒരു കേസാണ്. അപ്പം ബേസിക് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ കുറേ ഡോക്ട്രൈൻ കൊണ്ടുവന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്, കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് കേരള. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അപ്പം ബെറുബറി യൂണിയൻ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല എന്നാണ്. പക്ഷേ കേശവാനന്ദ ഭാരതി കേസിൽ 1973 സുപ്രീം കോർട്ട് പറഞ്ഞത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് എന്നാണ്. ഓക്കെ, അപ്പം ഈ രണ്ട് കേസുകളിൽ എന്തൊക്കെയാണ് സുപ്രീം കോർട്ട് പ്രിയാമ്പിളിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് LIC ഓഫ് ഇന്ത്യ കേസ്. ഓക്കെ, LIC ഓഫ് ഇന്ത്യ കേസ് അത് 1995 അപ്പം പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണെന്നാണ് അതിൻ്റെ അകത്ത് സുപ്രീം കോർട്ട് പറഞ്ഞത്. അപ്പോൾ ഈ 3 കേസുകളും പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കണം. ഇൻ കേസ് ഇപ്പം നിങ്ങളുടെ ചോദ്യം ഇങ്ങനെയാണ്, ഈ താഴെ പറയുന്നതിൽ 4 കേസുകളിൽ ഏതൊക്കെയാണ് പ്രിയാമ്പിളുമായിട്ട് ബന്ധമില്ലാത്തത്? എന്നിട്ട് ഈ ബെറുബാരി, കേശവാനന്ദ ഭാരതി, LIC ഓഫ് ഇന്ത്യ കേസ് ഈ 3 തരികയാണെങ്കിൽ നിങ്ങൾ ആ 3 പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അടുത്ത കാണുന്ന കേസാണ് പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെടാത്തത് എന്ന് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 പേര് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കുക. ഇത് പ്രിയാമ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കേസുകളാണ്. ഇനി അടുത്തത് പ്രിയാമ്പിളിൻ്റെ അമെൻഡബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൗലിക അവകാശങ്ങൾ വരെ അമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആമുഖമായിട്ടുള്ള പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റിക്കൂടെ? അമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുവരെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ ഒരു വട്ടം മാത്രമേ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അതും എപ്പോഴാണ്? 1976 ആ സമയത്ത് 3 വാക്കുകൾ എക്സ്ട്രാ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. നമ്മൾ പ്രിയാമ്പിൾ കാണാതെ പഠിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ നേച്ചറായിട്ട് സോഷ്യലിസ്റ്റ്, സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിൽ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റും സെക്യുലറും വാക്കുകൾ ഇല്ലായിരുന്നു. പിന്നീട് അത് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പം പ്രിയാമ്പിളിൽ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും കാര്യത്തിന് ഒരു ചെറിയ വ്യത്യാസം വരുത്തണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. അപ്പം പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടാണ് പ്രിയാമ്പിളിൽ മാറ്റം വരുത്തിയിട്ട് പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്ത 2 വാക്കുകളാണ് സോഷ്യലിസ്റ്റും സെക്യുലറും എന്നുള്ള വാക്കുകൾ ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കും ഇതുപോലെ തന്നെ ആ സെയിം അമെൻമെൻറ്റിൽ 42nd അമെൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഏതാണ് 42nd അമെൻമെൻറ്റ്? 1976 ഈ 3 വാക്കുകളും ആഡ് ചെയ്തതെന്ന് ഓർക്കുക. ഏതൊക്കെ വാക്കുകളാണ് പുതിയതായിട്ട് ആഡ് ചെയ്തത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ യൂണിറ്റി ആണോ ഇൻറ്റഗ്രിറ്റി ആണോ ആഡ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ഡൗട്ട് വരും. പക്ഷേ ഇൻറ്റഗ്രിറ്റിയാണ് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പം സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി ഈ 3 വാക്കുകൾ പ്രിയാമ്പിളിൽ എഴുതിയിരിക്കുന്നത് അത് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് 1976 42ാമത്തെ അമെൻമെൻറ്റിൽ. ഈ 42ാമത്തെ അമെൻമെൻറ്റ് നമ്മുടെ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അമെൻമെൻറ്റാണ്. അത് ആരുടെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോംവർക്ക് ചെയ്തിട്ട് മനസ്സിലാക്കുക കേട്ടോ. കാരണം അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും മിനി റിവിഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായൊരു അമെൻമെൻറ്റാണ്. ഓക്കെ, ഇനിയും അടുത്തതായി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പ്രിയാമ്പിളിനെ കുറിച്ച് നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ നമ്മുടെ പ്രിയാമ്പിളിൽ അടുത്തതായി പ്രിയാമ്പിളിൻ്റെ ഒരു സ്വഭാവം അത് കാണിക്കുന്ന 2 പോയിൻറ്റ്സ് ഞാൻ പറയാം. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതും കൂടെ അറിഞ്ഞാൽ പ്രിയാമ്പിളിനെ കുറിച്ചൊരു ബേസിക് അതിൻ്റെ സ്വഭാവവും രീതികളും അതിൻ്റെ ഫിലോസഫിയൊക്കെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഈ 2 ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ട് അതും ഇതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മറ്റ് NCERTകളും അല്ലെങ്കിൽ ബുക്കുകൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇൻസൈറ്റ്സ് ആയിട്ട് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പം ഈ ലാസ്റ്റ് പറയാൻ പോകുന്നത് പ്രിയാമ്പിളിൻ്റെ 2 സ്വഭാവങ്ങളാണ്. പ്രിയാമ്പിളിനെ സംബന്ധിച്ചിടത്തോളം പ്രിയാമ്പിൾ ജസ്റ്റിഷ്യബിൾ ആണോ അല്ലയോ? അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക അവകാശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ മൗലിക അവകാശങ്ങളുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ എപ്പോഴാണോ നമുക്ക് ഇല്ലാണ്ടാകുന്നത് അപ്പോഴൊക്കെ നമുക്ക് എൻ്റെ മൗലിക അവകാശങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സുപ്രീം കോർട്ടിൽ ചെന്ന് അതിനുവേണ്ടി പോരാടാൻ സാധിക്കും. ഒരു സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൗലിക അവകാശങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വിഘ്നം വന്നാലും അതിന് ഇടപെടാനുള്ള അതോറിറ്റി ആർക്കുണ്ട്? സുപ്രീം കോർട്ടിനുണ്ട്. സുപ്രീം കോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി അതൊക്കെ തന്നെയാണ്. അതുപോലെ പ്രിയാമ്പിളിൽ എഴുതിയിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിന് ചെറിയ രീതി അത് നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോർട്ടിൽ പോകാൻ പറ്റുമോ?
യഥാർത്ഥത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിൾ നോൺ ജസ്റ്റീഷ്യബിൾ ആണെന്ന് പറയും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് വിഘ്നം വരികയാണെങ്കിൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വിഘ്നം വരികയാണെങ്കിൽ നമുക്ക് നീതി നടപ്പാക്കാൻ കോടതിയിൽ പോകാം. പക്ഷേ പ്രിയാമ്പിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വിഘ്നം വരികയാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പോകാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഓർക്കുക, ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്കുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് ജസ്റ്റിസ് നൽകുമെന്ന് പ്രിയാമ്പിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് എന്തൊക്കെ കാര്യത്തിലാണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഇത്തരം കാര്യത്തിൽ നീതി ഉറപ്പാക്കുമെന്ന് പ്രിയാമ്പിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി എല്ലാ കാലത്തും സോഷ്യലിയും എക്കണോമിക്കലിയും പൊളിറ്റിക്കലിയും നീതി ഉറപ്പാക്കി കാണാറുണ്ടോ? അങ്ങനെ അതുകൊണ്ട് തന്നെ ആളുകൾ നീതി ഉറപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കയറാൻ തുടങ്ങുകയാണെങ്കിൽ എന്തേറെ കേസുകളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയാമ്പിളിൽ നീതി ഉറപ്പാക്കുമെന്ന് എഴുതി വെച്ചതുകൊണ്ട് സ്റ്റേറ്റ്, നമ്മുടെ ഗവൺമെൻറ് നീതി ഉറപ്പാക്കാൻ ബാധ്യസ്ഥനാണ്. അത് സംഭവിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് കോടതിയിൽ കയറാം എന്നുള്ള ഒരു വകുപ്പില്ല. മൗലിക അവകാശങ്ങളുടെ കാര്യത്തിൽ മാത്രമേ നമുക്ക് ജനങ്ങൾക്ക് അതിനൊരു സേ ഉള്ളൂ, കോടതിയെ സമീപിക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റീഷ്യബിൾ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പം പ്രിയാമ്പിൾ നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. പ്രിയാമ്പിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് സാധിച്ചു തരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബഹളം വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് പ്രിയാമ്പിളിൻ്റെ ഒരു സ്വഭാവമാണ്, നോൺ ജസ്റ്റീഷ്യബിൾ. ഇനി അടുത്തത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു സോഴ്സാണ്. പലതരത്തിലുള്ള അവകാശങ്ങളുടെ ഒരു മീൻസ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കുള്ള കുറേ അവകാശങ്ങളുടെ ഒരു സോഴ്സാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ അവകാശങ്ങളുടെ സോഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിരിക്കുന്ന ഈ മൗലിക അവകാശങ്ങളാണ്. പക്ഷേ അതുപോലെ പ്രിയാമ്പിളിനെ നമുക്കൊരിക്കലും ഒരു സോഴ്സ് ആകാൻ പറ്റില്ല. പ്രിയാമ്പിളിൽ ഇന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, സോ അതെനിക്ക് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ആമുഖം മാത്രമല്ലേ, അപ്പം അതിന് അത്രയ്ക്കത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരിക്കലും ഒരു എന്തിൻ്റെയെങ്കിലും ഗവൺമെൻറ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ എന്തിൻ്റെയും പ്രോമിസോ അല്ലെങ്കിൽ ആ പ്രോമിസിനുള്ള ഒരു സോഴ്സോ ഒന്നും ആയിട്ട് നമുക്ക് പ്രിയാമ്പിളിനെ അത് കാണാൻ പറ്റില്ല. ഞാൻ അതൊന്ന് വായിക്കാം. ദ പ്രിയാമ്പിൾ ഈസ് നീദർ എ സോഴ്സ് ഓഫ് പവർ ടു ലെജിസ്ലേച്ചർ നോർ എ പ്രൊഹിബിഷൻ അപ്പോൺ ദ പവേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഭരണഘടനാ വിരുദ്ധമായിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെതിരെ പ്രതികരിക്കാം. ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങളെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഗവൺമെൻറ് അധികാരം കൈകാര്യം ചെയ്താൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. പക്ഷേ പ്രിയാമ്പിളിലൊക്കെ ഇന്നത് എഴുതി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു, പ്രിയാമ്പിളിൽ എന്തൊക്കെ കണ്ടൻറ്റാണുള്ളതെന്ന് പഠിച്ചു, പിന്നെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസസിൻ്റെ പേരുകൾ പഠിച്ചു, പ്രിയാമ്പിളിലെ അമെൻമെൻറ്റിനെ കുറിച്ച് പഠിച്ചു, പിന്നെ പ്രിയാമ്പിളിൻ്റെ ബേസിക് സ്വഭാവം, ഒന്ന് നോൺ ജസ്റ്റീഷ്യബിൾ ആണെന്നുള്ളതും, പിന്നെ അതിൻ്റെ ഒരു സോഴ്സ് ഓഫ് പവർ, അതായത് പ്രിയാമ്പിളിൽ ഇന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിയമനിർമ്മാണ സഭയ്ക്ക് തോന്നിയവാസം ഇപ്പോൾ ജസ്റ്റിസ് എല്ലാവർക്കും എന്നാൽ ഉറപ്പ് വരുത്തിയേക്കാം, പ്രിയാമ്പിളിൽ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ജനങ്ങൾക്കും പ്രിയാമ്പിളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് എന്നോട് ബഹളം വെക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പ്രിയാമ്പിളുമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ പറയുക. അപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പഴയ ക്ലാസ്സുകളൊക്കെ ഇരുന്ന് കാണുക, ഇതിനെക്കുറിച്ച് നല്ലൊരു ഇൻസൈറ്റ് ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു.